പ്രിയമുള്ളവരെ, എല്ലാവർക്കും ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. തുടർച്ചയായി ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരുന്ന മാസങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളൊക്കെ. പിതാവ് തൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ സകല പാപങ്ങൾക്കും പരിഹാര ബലിയായി സമർപ്പിച്ചു. പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റിക്കൊണ്ട് കുരിശിലേറിക്കൊണ്ട് സകലരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി പാപം കുരിശിൽ വഹിച്ചുകൊണ്ട് മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തു. പരിശുദ്ധാത്മാവിലൂടെ പെന്തക്കോസ്ത അനുഭവം നമുക്ക് നൽകിക്കൊണ്ട് പുതിയ ചൈതന്യത്തിൽ ജീവിക്കാനായിട്ട് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനോട് അഭിഷേകം ചെയ്യപ്പെട്ടു. ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു അനുഭവത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും നയിച്ച ത്രിത്വൈക ദൈവത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചത്. അല്ല, ആ സ്നേഹത്തെ മറുതലിച്ചുകൊണ്ട് പാപം ചെയ്ത ആദ്യ മനുഷ്യൻ ദൈവസ്നേഹത്തിൽ നകന്നപ്പോൾ തൻ്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ ആ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വിളിച്ചു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. തൻ്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം, ഇത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയും. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വീണ്ടും കൂട്ടിക്കൊണ്ടു. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ അവിടുന്ന് ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ വാഗ്ദാനം ചെയ്തൊരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. നമ്മെ ഓരോരുത്തരെയും നവീകരിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ, നയിക്കുവാൻ നൽകിയ ഈ പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവും ചൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ടാണ് പെന്തക്കോസ്ത ആ ദിനത്തിൽ നമ്മളെ ഓരോരുത്തരെയും വീണ്ടും അഭിഷേകം ചെയ്യപ്പെട്ടു. ഈ അഭിഷേകത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മംഗളവാർത്തയിലൂടെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമുക്ക് നൽകി. അങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ഈ ലോകത്തിലേക്ക് അവതരിക്കുന്ന പുത്രൻ, ജ്ഞാനസ്നാനത്തിലൂടെ ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് ലോകത്തെ മുഴുവനും അറിയിച്ച പിതാവായ ദൈവം, സ്വർഗാരോഹണത്തിൽ ശിഷ്യന്മാർക്ക് കർത്താവായ യേശു നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഇതെല്ലാം നമ്മൾ ഇന്ന് അനുഭവിച്ചറിയുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തിൻ്റെ കൂടാരമാണ്. നാം ഓരോരുത്തരും ദേവാലയം, ദൈവം നമ്മിൽ വസിക്കുന്നുവെന്ന് അറിയണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഈയൊരു മനസ്സിലാക്കലാണ്, നിറവാണ് നമ്മളെ ഓരോരുത്തരെയും പ്രത്യാശയിലേക്കും ധൈര്യത്തിലേക്കും ശക്തിയിലേക്കും നയിക്കുന്നത്. നമ്മുടെ യാത്രയിൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ബന്ധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. മാതാപിതാക്കളും മക്കളും ചുറ്റുമുള്ളവരും ഒക്കെ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ശക്തിയും ബലവും ബന്ധവും ഊട്ടിയുറപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ അനുദിനം ശക്തിപ്പെടുത്തി നയിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് അത് വീഴ്ച കൂടാതെ മക്കൾക്കുണ്ടാകുന്ന ബലഹീനതകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരുത്തി വീണ്ടും കൊണ്ടുവരിക. പിതാവായ ദൈവം എപ്രകാരമാണോ ആദ്യ മനുഷ്യൻ്റെ വീഴ്ചയിൽ അവനെ നശിപ്പിച്ച് കളയാതെ അവനെ വീണ്ടെടുത്തതുപോലെ വീണ്ടെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാം. അതിനുവേണ്ടി പലപ്പോഴും അവർ ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. പുത്രനായ ദൈവം തൻ്റെ ജീവൻ തന്നെ നൽകിക്കൊണ്ടാണ് വീണ്ടെടുത്തത്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഈ ജീവൻ നൽകുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ ജീവൻ നൽകുമ്പോൾ
ഈ സ്നേഹം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മുടെ കുടുംബത്തിൽ വരുമ്പോഴാണ് ആ ചൈതന്യം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവും ചൈതന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കുടുംബത്തിൽ ഭിന്നതയും കലഹങ്ങളും വരുന്നത് 3 പേരായിരുന്നിട്ടും അവരൊന്നായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഒന്നാകലിന് നമ്മുടെ കുടുംബത്തിൽ സാധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളാണ്, പക്ഷെ അവരൊന്നാണ്, സത്തയിലൊന്നാണ്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പാരമ്പര്യമുണ്ട്, നമ്മൾ ഒരു കുടുംബമാണെന്ന് പറയുന്നുണ്ട്. ആ കുടുംബത്തിൽ സ്നേഹവും കരുതലും ഒക്കെയുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം ഭിന്നിച്ചു പോകും. ദൈവത്തിൻ്റെ കൃപ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടു പോകും. അത് വീണ്ടെടുക്കുവാനുള്ള ഒരു വിളി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഇന്ന് ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരും ഓർപ്പിക്കുക. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് സാധിക്കണം. ദൈവകൃപ എവിടെയാണോ നമുക്ക് നഷ്ടപ്പെട്ടത്, എവിടെ വെച്ചാണോ മാതാപിതാക്കൾക്ക് മക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടതും മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടത്, അത് തിരിച്ചു പിടിക്കണം. എല്ലാവരും ത്യാഗങ്ങൾ സഹിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബം വളരുള്ളൂ. വേദനയില്ലാതെ പുതൊരു ജനനം ഇല്ല. ഗോതമ്പൂണി നിലത്ത് വീണ് പൊട്ടിപ്പിളർന്നെങ്കിൽ മാത്രമേ പുതിയ കതിരുകൾ വരികയുള്ളൂ. ഈ കതിരുകൾ വളർന്ന് അത് കാറ്റായി വീശണം. പരിശുദ്ധാത്മാവിൻ്റെ ഈ നിറവ് പുതുചൈതന്യമായി നമ്മുടെ കുടുംബത്തിൽ നിറയുവാൻ വീശുവാൻ ഈ തിരുനാൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഇവരെ അനുഗ്രഹിക്കട്ടെ. ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മ നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവസ്തുതി.